ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. ഫസ്റ്റ് തന്നെ 7 of Wands ആണ് വന്നിരിക്കുന്നത്. The hanged man. The Wheel of Fortune. Strength. Six of Cups. Six of Swords. Temperance. Eight of Cups. Queen of Swords. Two of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഡെത്ത് ആണ്. പലരും ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അതാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നെല്ലാം നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അനുഭവം വന്ന് അതിലൂടെ പാഠം പഠിക്കും, അല്ലെ? അതിലൂടെ വേണം പാഠം പഠിക്കാൻ. ഇല്ല എങ്കിൽ അതൊരു പാഠമാവില്ല. ആർക്കും അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അനുഭവം വന്നുവെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഭവങ്ങളെ തരുന്നു എന്ന് വിശ്വസിക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചിട്ട് ഒരു നല്ല വഴിയിലൂടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 7 of Wands ആണ് വന്നിരിക്കുന്നത്. വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പൊ ഇവിടെ അതിൽ നിന്ന് എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവുകയാണ്. എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ട്. അവയെ ഒന്ന് തടുത്തു നിർത്താനുള്ള ശ്രമം ഇവിടെ നടത്തുന്നു എന്ന് വേണം പറയാൻ. ആ ശ്രമം നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്കായിട്ടൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെ? അതിനുള്ളിലേക്ക് ആരും കടക്കരുത്. എന്റേതായ പ്രശ്നങ്ങൾ ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഹാങ്ഡ്മാന്റെ അവസ്ഥയിലാണ്. പലർക്കും മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ കഴിയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ 2 of Swords. പലരും വിചാരിക്കുന്നത് എന്താണ്? ഇത് എങ്ങനെയാണ് ഇനി അടുത്ത എന്റെ കാര്യം, അടുത്ത കഥ എന്താണ് ഇനി എന്റെ ജീവിതത്തിൽ, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അങ്ങനെയൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട്. ചിലപ്പോൾ ചിലർ ഇവിടെ ഹോസ്പിറ്റലിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവാം ജീവിതത്തിൽ. അതല്ല എങ്കിൽ ചില തീരുമാനങ്ങളിൽ ഒന്ന് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു സമയമുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു നല്ല തുടക്കം വരാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ 6 of Swords ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും. ഇതും കടന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ചില ജോലി സ്ഥലങ്ങളിൽ നിന്നും ചില താമസ സ്ഥലങ്ങളിൽ നിന്നും വീട് തന്നെ മാറിപ്പോകുന്ന എനർജിയാണ്. അതുപോലെ പല സാഹചര്യങ്ങളെയും, ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള പല സാഹചര്യങ്ങളെയും നിങ്ങൾ ഇവിടെ നിന്നും കടന്നു മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഒരു ദീർഘദൂരയാത്ര എവിടെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എവിടേക്കോ നിങ്ങൾ യാത്ര പോകുന്നുണ്ട്. ചില കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കും തോറും നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടുന്ന എനർജിയാണ്. അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എനർജി, അല്ലെങ്കിൽ അതിലൊരു കംപ്ലീഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിലൊരു കംപ്ലീഷൻ നിങ്ങൾക്ക് ഇവിടെ വരും. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് 8 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർ ചിലപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധിച്ച കാര്യമാകാം, അതല്ല എങ്കിൽ ഫിനാൻസ് പരമായ, അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെയും വന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും നല്ലതാണെന്ന് നിങ്ങൾ കരുതിയതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ചില ആൾക്കാർ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കപടത നിറഞ്ഞതായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് പിന്നീടാവാം. ആദ്യമൊക്കെ നിഷ്കളങ്കത എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നത് അവിടെ എന്താണ് കാപട്യം നിറഞ്ഞ ഒന്നാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തുടക്കം വരുമ്പോൾ തന്നെ നിങ്ങൾ ചില കാര്യങ്ങളെ, ചില ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജീവിതത്തിലേക്ക്, ഒരു തുടക്കത്തിലേക്ക് വരാം. അത് ദൈവികമായ ഒരു തുടക്കമായിരിക്കാം നിങ്ങൾക്കിവിടെ സംഭവിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് തന്നെ പോകുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. മനസ്സിലായി? നിങ്ങളെ തന്നെയും എവിടെയെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. നിങ്ങളും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളെ നിങ്ങളും ഉപേക്ഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീട് നിങ്ങൾക്കൊരു നല്ല ജീവിതത്തിലേക്ക് വരാൻ കഴിയും. ടെമ്പറൻസ്, നിങ്ങൾക്ക് ചിറകുമുളച്ച്, ആത്മവിശ്വാസത്തിന്റേതായ ചിറകുമുളച്ച് നിങ്ങൾ മുന്നോട്ട് വരും. എന്തിന്റെ? ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ. കാരണം ഇതുവരെ ഒരു പരാജയമാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നിന്നും മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്? ആത്മവിശ്വാസത്തിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. എനിക്കത് ലഭിക്കും, എനിക്ക് ദൈവാനുഗ്രഹമുണ്ട്, ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ ഒപ്പമുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് നേടാൻ കഴിയും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അപ്രതീക്ഷിതമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കണം, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നത്. ചിലപ്പോൾ വിവാഹമൊന്നും ഇതുവരെ നോക്കിയിരുന്ന് നടക്കാത്തവർക്ക് പെട്ടെന്നായിരിക്കാം ചിലപ്പോൾ അതിനുള്ള സാധ്യത വരുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പാർട്ട്ണർ നിങ്ങൾ വിചാരിച്ചു കാണും ഒരിക്കലും ഇനി അവർ വരില്ല എന്ന്. പക്ഷെ പെട്ടെന്നായിരിക്കാം അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഭാഗ്യം, നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവിന്റെ സമയമാണ് ഇനിയുള്ളത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കും മറ്റു പലരെയും നിഷ്കളങ്കമായി സ്നേഹിക്കാൻ സാധിക്കുന്നു. അതോടുകൂടി നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. വീട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പെട്ടെന്നായിരിക്കാം അങ്ങനെ ഒരു ആഗ്രഹം സഫലമാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല എനർജീസിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ പ്രിൻസസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത്, ക്യൂൻ ഓഫ് സോഡാണ്. കാരണം ഇവിടെ എന്താണ്? ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ. എല്ലാത്തിൽ നിന്നും മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വരുമ്പോൾ എന്താണ്? ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ നേരിട്ട് വിജയത്തിലേക്ക് വരുന്നു. ആ പരാജയത്തിൽ നിന്നുള്ള വരവെന്ന് പറയുന്നത് എന്താണ്? അവിടെ സന്തോഷത്തിനുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള കഴിവ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത് തന്നെയാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ. അതുതന്നെ എന്താണ്? സ്ഥായിയായ ഒരു നിലനിൽപ്പിന് കാരണമാകുന്നതാണ്. കാരണം ദൈവാനുഗ്രഹമുള്ള എനർജിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ
സാധിച്ചെടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ സ്നേഹം നേടാൻ, ആദരവ് നേടാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ സ്ട്രെങ്ത്, എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത്, ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണിപൂരക ചക്രം നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. കാരണം ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് എന്താണ്? ഡെത്താണ്. ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് വരുന്ന നല്ലൊരു ചേഞ്ചിലേക്ക് വരികയാണ്. ആ ചേഞ്ച് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതാണ്. ഫ്രീഡം കിട്ടുന്ന അവസ്ഥയാണ്. ഇവിടെ ആഗ്രഹങ്ങളുടെ ചിറകുമുളപ്പിക്കുന്ന ഒരു സമയമാണ്. ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്ട്രെങ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ചിലപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹിച്ചു. അത് അപ്രാപ്യമാണ് എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ആഗ്രഹം. പക്ഷെ അത് പ്രാപ്യമാകും. നിങ്ങളത് പ്രാപ്യമാക്കി എടുക്കും. മനസ്സിലായോ? കാരണം എന്താണ്? നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യത്തിനും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെ? ആത്മാവിന് ധൈര്യം ഉണ്ടാവണം. അപ്പോൾ ഇന്നർ സ്ട്രെങ്ത്, മനോബലം ഉണ്ടാവണം കൂടുതലായിട്ട്. ശാരീരികമായ ബലം കൂടാതെ തന്നെ മനോബലവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ. അത് കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് ഇമ്പോസിബിൾ ആയതിനെ നിങ്ങൾക്ക് പോസിബിൾ ആക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് സ്നേഹവും ദയയും ക്ഷമയും ഒക്കെ കാണിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അത് നേടാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ചില ആൾക്കാർ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. അവർ വന്നേ പറ്റൂ എന്ന് കരുതി അവരെ നിങ്ങളുടെ പാട്ടിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വശത്താക്കുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ 6 ഓഫ് കപ്സ് ആണ് ഇവിടെ. റീയൂണിയന്റെ സമയമാണ്, ഉണ്ടല്ലേ? അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന, ഇവിടെ ഒരു റീയൂണിയൻ വരുന്നുണ്ട്. ചെറുപ്പത്തിലേതായിട്ടുള്ള ആ ഒരു എനർജി, ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം. അവരുടെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ടാവാം. ആ ഒരു നിഷ്കളങ്കമായ സ്നേഹം, ചെറുപ്പകാലത്തുണ്ടായ, സ്കൂളിലുമൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്നേഹം, അതിന്റെ അവിടെ ഒരു നിഷ്കളങ്കതയാണ് ഉണ്ടായിരുന്നത്. അതിനെ നിങ്ങൾക്ക് വിട്ടുകളയാൻ ഇപ്പോൾ മനസ്സില്ല. അത് വീണ്ടും വേണമെന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്നേഹമായാലും. അപ്പോൾ അത് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നുണ്ട്. പലർക്കും ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ്സ് നോക്കാം, ക്ലാരിഫിക്കേഷൻ നോക്കാം. പേഷ്യൻസ്, ഏതൊരു കാര്യത്തിനും കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മതി. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് സാധിക്കും എന്നല്ലല്ലോ. ക്ഷമ വേണമെങ്കിൽ അവിടെ ക്ഷമ പാലിക്കണം. മനസ്സിലായോ? ധൃതി പിടിക്കാൻ പാടില്ല, ഒന്നിനും ധൃതി പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കോംപ്രമൈസ് കണ്ടില്ലേ? ഇവിടെ കൂടിച്ചേരി, ഇവിടെ ഈ റീയൂണിയൻ എനർജി, ഇവിടെ സ്ട്രെങ്ത് എനർജി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ ടെമ്പറൻസ് കണ്ടോ? ഇവിടെയൊക്കെ പറയുന്നത് എന്താണ്? ഒരു റീയൂണിയനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ്, അതാണ് ഇവിടെ കോംപ്രമൈസ് കണ്ടോ? പാർട്ട്ണർഷിപ്പ് ചേർന്ന്, കോംപ്രമൈസ് ചേർന്ന് നിങ്ങളുടെ പങ്കാളിയോട് വളരെയധികം വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഒരുപാട് വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റിയ ഒരു പങ്കാളി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, വീണ്ടും ഒരു കോംപ്രമൈസ് ചെയ്ത് വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. മൊമെന്റ് ടു മൊമെന്റ്, ഓരോ നിമിഷവും കണ്ടില്ലേ? ഒരു അനുനിമിഷം നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
എലോൺനെസ് ആണ്. ആരെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ള തോന്നലാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ടില്ല, ഇവിടെ പ്രകാശമുണ്ട് മുൻപിൽ. ആരും ഒറ്റയ്ക്കാവില്ല, ഇവിടെ പ്രകാശമുണ്ട് മുൻപിൽ. ഇവിടെ വന്നിരിക്കുന്നത് കോൺഷ്യസ്നെസ് ആണ്. കണ്ടില്ല, അവബോധം വരും. എന്തിനുള്ള അവബോധമാണ്? ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള അവബോധം. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എനിക്ക് കൂട്ടുണ്ട്, യൂണിവേഴ്സ് എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ വിചാരിക്കേണ്ടത് എന്താണ്? ദൈവത്തെ കൂടുതലായിട്ട് നമ്മൾക്ക് വിളിക്കാൻ പറ്റും, കൂടുതലായിട്ട് ദൈവസ്നേഹം നമ്മളിലേക്ക് വരും. അപ്പോൾ വിചാരിക്കേണ്ടത് എന്താണ്? എനിക്ക് ആരും വേണ്ട, എനിക്ക് ദൈവമുണ്ട്, യൂണിവേഴ്സ് മതി എനിക്ക് കൂട്ടിന്, ഞാൻ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു. എന്റെ ഈ ഏകാന്തത പോലെ യൂണിവേഴ്സിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കും തോറും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജാണ്. കാരണം ഫുൾമൂൺ എനർജി തങ്ങി നിൽക്കുമല്ലേ, അപ്പൊ നമുക്ക് നോക്കാം. ഫേസ് യുവർ പ്രോബ്ലംസ് ഹെഡ് ഓൺ വിത്ത് കോൺഫിഡൻസ് ആൻഡ് കറേജ് ആൻഡ് യു വിൽ എമർജ് വിക്ടോറിയസ്. ഇവിടെ പറയുന്നതാണ്, ഫേസ് യുവർ പ്രോബ്ലംസ്. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടി വേണം നിങ്ങൾ പ്രോബ്ലംസ്, പ്രശ്നങ്ങളെ നേരിടാൻ. ഏതൊരു പ്രശ്നം നിങ്ങളുടെ മുൻപിലുണ്ടോ, നിങ്ങൾക്കതിന് പറ്റില്ല എന്ന്, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഏതൊരു പ്രശ്നവും ഉണ്ടോ, നിങ്ങളവിടെ കുറച്ചൊന്ന് ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടും കൂടെ ഒന്ന് ധൈര്യം വേണം. ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങൾ അതിനെ നേരിട്ട് നോക്കൂ. നിങ്ങൾക്ക് വിജയിയാവാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. നല്ലതുപോലെ ധൈര്യമുള്ള ഒരു വ്യക്തി അവിടെ എന്താണ്, അതെനിക്കില്ല, എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ് എനർജി ഡൗൺ ആക്കി കഴിഞ്ഞാൽ എന്താണ്, അത് അങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ. ഇതൊന്നും നിങ്ങൾക്ക് മറ്റൊരാൾ കൊണ്ടുതരുന്നതല്ല, നിങ്ങൾക്ക് സ്വയം ആർജിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ നിങ്ങൾ നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നിറയുന്നതാണ്, നിങ്ങൾക്ക് വിജയികളായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഈ ഒരു ആനിമൽ പറയുന്നത്. കോൺഫിഡൻസ് വേണം, കറേജും വേണം. മനസ്സിലായോ? ഇവിടെ പെൻഗിൻ എന്താണ് പറയുന്നത്? ഇതുപോലെ തന്നെ ഡു എ വാക്കിംഗ് മെഡിറ്റേഷൻ ഈച്ച് ഡേ ഫോർ ദ നെക്സ്റ്റ് വീക്ക്. കണ്ടോ, ഇവിടെ കിവി എന്ന് പറയുന്ന ഒരു ബേഡാണത്. ഇത് പറയുന്നത് എന്താണ്? നടത്തധ്യാനം. നടക്കുമ്പോൾ പോലും ധ്യാനം ചെയ്യുക. നടക്കുമ്പോൾ പോലും എന്താണ്, മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ സ്ലോയിലൊന്ന് നടക്കുക. നടക്കുമ്പോൾ പോലും എന്താണ്, ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അതിൽ മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ഒരു ധ്യാനമായിരിക്കും. അങ്ങനെ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ. ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ എന്നാണ് ഇവിടെ ഈ ഒരു ബേർഡ് പറയുന്നത്. മനസ്സിലായോ? ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൈവരുത്താൻ പറ്റും എന്നുള്ളതാണ്. കൈവരും. അടുത്തത് പെൻഗ്വിനാണ്. ദ പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ദാറ്റ് യു ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഈസ് നൗ പാസിങ്. നിങ്ങൾക്കതിനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ ദിവസങ്ങൾ കടന്നു പോകാറായിരിക്കുന്നു. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത, മനസ്സിലായില്ലേ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇരുളടഞ്ഞ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ കടന്നു പോകാറായിരിക്കുന്നു എന്നാണ് പെൻഗ്വിൻ ഇവിടെ പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇത്രമാത്രം ആത്മവിശ്വാസം ആ ഒരു സ്പിരിറ്റ് ഗൈഡ് തരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആത്മവിശ്വാസം തരുന്നതാണ് നമ്മളുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് എല്ലാം തന്നെ. നമ്മളെ മുന്നോട്ട് നയിക്കുന്നവരാണ്, ധൈര്യം തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവരാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നടത്തധ്യാനം ചെയ്യുക, നടന്നുകൊണ്ട് ധ്യാനം ചെയ്യുക. ഇരുന്നു കൊണ്ടുള്ള ധ്യാനമുണ്ട്, കിടന്നുകൊണ്ടുള്ള ധ്യാനമുണ്ട്, നടന്നുകൊണ്ടും ധ്യാനം ചെയ്യാം എന്നാണ് കിവി എന്ന് പറയുന്ന ബേർഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കൂ. ധ്യാനം ചെയ്യുകയാണെന്ന് പറഞ്ഞ് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആ ധ്യാനത്തിൽ മാത്രം മുഴുകണം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഈ വക പ്രശ്നങ്ങളെല്ലാം കടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.